ശ്രീവരാഹം കൊലപാതകത്തിൽ കുത്തിയവരും കുത്തേറ്റവരും ക്രിമിനൽ കേസിലെ പ്രതികളെന്ന് പോലീസ്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ശ്രീവരാഹത്ത് യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കുത്തിയവരും കുത്തേറ്റവരും ക്രിമിനൽ കേസ് പ്രതികളെന്ന് പോലീസ്. ശ്രീവരാഹം സ്വദേശി ശ്യാമാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത്. മദ്യപിക്കുകയായിരുന്ന പ്രതികളുമായി ഉണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്ന് പോലീസ്. ശ്യാമിനെ കുത്തിയത് മയക്കുമരുന്ന് മാഫിയ സംഘത്തിൽ ഉൾപ്പെട്ട അർജുൻ. ഏറ്റുമുട്ടലിൽ മറ്റു രണ്ടുപേർക്കും പരിക്കേറ്റിരുന്നു. സുഹൃത്തുക്കളായ വിമൽ, ഉണ്ണിക്കണ്ണൻ എന്നിവർ അപകടനില തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ. സംഭവത്തിൽ 2 പ്രതികൾ കസ്റ്റഡിയിൽ. ഒളിവിൽ പോയ പ്രതി അർജുനന് വേണ്ടി തിരച്ചിൽ ഊർജിതം. മുംബൈയിൽ ജോലി ചെയ്തിരുന്ന അർജുൻ ഒരാഴ്ച മുൻപാണ് നാട്ടിൽ എത്തിയത്. പരസ്യമായ രഹസ്യം. മുസ്ലിം ലീഗ് SDPI രഹസ്യ ചർച്ചയിൽ വിവാദം കൊഴുക്കുന്നു. ലീഗിന് മുൻപും SDPIയുമായി രഹസ്യധാരണയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബന്ധം തെളിവോടെ പുറത്തുവന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ ധാരണ പതിവെന്നും മുഖ്യമന്ത്രി. രഹസ്യ കൂടിക്കാഴ്ചയെ വിമർശിച്ച് CPMും രംഗത്തെത്തിയിരുന്നു. രഹസ്യ ചർച്ച പരാജയഭീതി മൂലമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ലീഗിന്റെ ശ്രമം വർഗീയ കാർഡിറക്കി കളിക്കാൻ. തോൽവി ഭയന്ന് എന്തും ചെയ്യാമെന്ന നിലയിൽ ലീഗ് എത്തിയിരിക്കുന്നുവെന്നും കോടിയേരി. SDPI നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും കൂടിക്കാഴ്ച യാദൃശ്ചികമായിരുന്നുവെന്നുമുള്ള ET മുഹമ്മദ് ബഷീറിന്റെ പ്രസ്താവന വസ്തുതകൾ മൂടിവെക്കാനുള്ള ശ്രമമെന്നും ആരോപണം. ലീഗ് നേതാക്കൾ SDPIയുമായി ചർച്ച നടത്തിയത് UDF നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് PV അൻവർ MLAയും. UDF കൺവീനർ ബെന്നി ബെഹനാനും ചർച്ചയ്ക്ക് എത്തിയിരുന്നു. RSSുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. ചർച്ചയിലൂടെ പുറത്തുവന്നത് ലീഗിന്റെ വർഗീയ മുഖമെന്നും PV അൻവർ. അതേസമയം പൊന്നാനിയിൽ പരാജയഭീതിയില്ലെന്ന് ET മുഹമ്മദ് ബഷീർ. അൻവറിന്റെ ശ്രമം വിവാദമുണ്ടാക്കാനെന്നും ET. മേനോന് 2ാം ഊഴമില്ല. MT വാസുദേവൻ നായരുടെ 2ാം ഊഴം തിരക്കഥയുമായി ബന്ധപ്പെട്ട കേസിൽ സംവിധായകൻ ശ്രീകുമാർ മേനോന് തിരിച്ചടി. കേസിൽ മധ്യസ്ഥനെ നിയോഗിക്കണമെന്ന സംവിധായകന്റെ ആവശ്യം തള്ളി കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. തിരക്കഥ ശ്രീകുമാർ മേനോന് ഉപയോഗിക്കാനാവില്ല എന്ന ഉത്തരവ് കോടതി നിലനിർത്തി. MT വാസുദേവൻ നായർ 2ാം ഊഴത്തിന്റെ തിരക്കഥ ശ്രീകുമാർ മേനോന് നൽകിയത് 4 വർഷം മുൻപ്. 3 വർഷത്തെ കരാറിലായിരുന്നു കൈമാറ്റം. ഇക്കാലയളവിൽ സിനിമ പൂർത്തിയാക്കുമെന്നായിരുന്നു സംവിധായകൻ പറഞ്ഞിരുന്നത്. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷവും സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തിരക്കഥ തിരികെ ആവശ്യപ്പെട്ട് MT കോടതിയെ സമീപിച്ചത്. ശ്രീക്ക് ആശ്വാസം. IPL വാതുവയ്പ് കേസിൽ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് നീക്കി. ശിക്ഷാ കാലാവധി പുനഃപരിശോധിക്കാൻ BCCIക്ക് സുപ്രീംകോടതി നിർദ്ദേശം. BCCIയുടെ ആജീവനാന്ത വിലക്ക് ചോദ്യം ചെയ്ത് ശ്രീശാന്ത് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതി വിധി പറഞ്ഞത്. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, KM ജോസഫ് എന്നിവരുടെ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത്. ശ്രീശാന്ത് തെറ്റ് ചെയ്തുവെങ്കിൽ അത് തെളിയിക്കപ്പെടണം. അതിനെന്തായാലും ആജീവനാന്ത വിലക്കല്ല ഏർപ്പെടുത്തേണ്ടത്. ശ്രീശാന്തിന് നൽകേണ്ട ശിക്ഷ എന്തെന്ന് BCCI 3 മാസത്തിനകം തീരുമാനിച്ച് അറിയിക്കണമെന്നും സുപ്രീംകോടതി. ക്രിമിനൽ കേസും അച്ചടക്ക നടപടിയും രണ്ടും രണ്ടെന്നും വിധിന്യായത്തിൽ സുപ്രീംകോടതി. കളിക്കാനാവുമെന്നാണ് പ്രതീക്ഷയുണ്ടെന്ന് ശ്രീശാന്ത് വ്യക്തമാക്കി. കഴിഞ്ഞ 6 വർഷമായി താൻ വിലക്ക് അനുഭവിക്കുകയാണ്. അനുകൂല തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. അടുത്ത മാസം നടക്കുന്ന സ്കോട്ടിഷ് ലീഗിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. 6 മാസമായി പരിശീലനത്തിലാണെന്നും ശ്രീ. IPL 6ാം സീസണിലെ വാതുവയ്പ് കേസിനെ തുടർന്ന് 2013 ഒക്ടോബർ 10-നാണ് BCCI ശ്രീശാന്തിനെതിരെ വിലക്ക് ഏർപ്പെടുത്തിയത്. വെടിവയ്പിൽ 40 മരണം. ന്യൂസിലാൻഡിൽ 2 മുസ്ലിം പള്ളികളിൽ നടന്ന വെടിവയ്പിൽ 40 മരണം, 50ഓളം പേർക്ക് പരിക്ക്. ഇതിൽ പലരുടെ നില ഗുരുതരം. അതേസമയം അക്രമി ഓസ്ട്രേലിയൻ പൗരൻ ആണെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. ബ്രണ്ടൻ ടാരന്റ് എന്ന 28-കാരൻ പിടിയിൽ. ഇയാളുടെ തീവ്ര നിലപാടുകൾ വ്യക്തമാക്കുന്ന 73 പേജുള്ള കുറിപ്പും പുറത്തുവന്നിട്ടുണ്ട്. ഒരു സ്ത്രീയടക്കം 4 പേരും കസ്റ്റഡിയിലുണ്ട്. വെടിവയ്പ് നടന്നത് സെൻട്രൽ ക്രൈസ്റ്റ് ചർച്ചിലെ അൽനൂർ മസ്ജിദിലും സമീപത്തെ മറ്റൊരു പള്ളിയിലും. ന്യൂസിലാൻഡിൽ പര്യടനം നടത്തുന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് വിവരം. ഇവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ടീമംഗങ്ങൾ പള്ളിയിലേക്ക് എത്തുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. അതേസമയം ക്രൈസ്റ്റ് ചർച്ച് ആശുപത്രിക്ക് പുറത്തും വെടിവയ്പുണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ട്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.